ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് കുറച്ച് വൈകി പോയിട്ടോ, 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റ് കേട്ടോ. ഈ സമയത്താണ് പാല് വരാറ്. പാല് വന്നപ്പോഴേക്കും വേഗം പാല് എടുത്തുകൊണ്ട് പോയി കാച്ചി ചായ ഉണ്ടാക്കി. പിന്നെ വേഗം പണികളൊക്കെ തീർത്തിട്ട് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. അപ്പോൾ ഒരു സ്റ്റവിൽ ഇഡ്ഡലിക്ക് വെച്ചു, പിന്നെ അടുത്ത സ്റ്റവിൽ സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചു കേട്ടോ. പരിപ്പ് വെന്ത് വന്നപ്പോഴേക്കും കഷ്ണങ്ങളിട്ട് സാമ്പാർ കൂടി ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചു. പിന്നെ അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോളൊന്ന് അടിച്ച് ഇട്ടു കേട്ടോ. തുടക്കുന്ന വൈകുന്നേരമാണ്, രാവിലെ അതിനൊന്നും സമയം കിട്ടില്ല കേട്ടോ. ഹോള് മാത്രം അടിക്കാറുള്ളൂ രാവിലെ. പിന്നെ മുറ്റം ചെറുതായിട്ടൊന്ന് അടിക്കും കേട്ടോ. മുറ്റത്തൊക്കെ ടൈലിട്ടേക്കാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് തൂത്താൽ മതി. അപ്പോൾ സ്റ്റെപ്പയിൽ നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മുറ്റം ഒന്ന് തൂത്ത് ഇട്ടു കേട്ടോ. അപ്പോഴേക്കും മോന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുള്ള കട്ടൻ ചായ കൊടുത്തു. പിന്നെ സാമ്പാറിന് പുളി ചേർത്തിട്ട്, വാളംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴേക്കും പീലിമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കുള്ള പാല് കൊടുത്തു. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് കത്തിച്ചു കേട്ടോ. പീലിമോളും അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. വിളക്ക് വെച്ചതിന് ശേഷം പീലിമോളെ കുളിപ്പിച്ചു കേട്ടോ. പീലിമോളെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് നല്ല ചുമയുണ്ട്, അതുകൊണ്ട് അവളെ ഞാൻ വൈകുന്നേരം മേലെ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ പീലിമോളെ കുളിപ്പിച്ച് അവൾക്ക് ഡ്രസ്സെല്ലാം ചെയ്ത് ഇടിയിച്ചു കൊടുത്തു. പിന്നെ കണ്ണെഴുതി പൊട്ടി ഇടിയിച്ചു. രാവിലെ അവൾക്ക് ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചോറ് ഊറ്റാണ്ടായിരുന്നു, അത് ഊറ്റി. പിന്നെ കൊണ്ടുപോകാനുള്ള ചോറെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം രാവിലത്തെ ഫുഡും കഴിച്ചു. പിന്നെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ പുറകിലാണ് ഇരിക്കുന്നത്. ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടതിന് ശേഷം റെഡിയായി ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. അലക്ക് വരുമ്പോഴേക്കും മോളെടുത്ത് വിരിച്ചോളും. അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ പീലിമോൾ ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം പീലിമോളെ എടുക്കണം. അപ്പോൾ ഞാൻ കടയിൽ കയറിയപ്പോഴേക്കും ഫ്രൂട്ടിയും മിച്ചറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചത്. കുഞ്ഞ് അമ്മയുടെ കൂടെ കിടന്ന് കളിക്കുവാണ് കേട്ടോ. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്തു. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു ക്ലീനാക്കി. ഗ്യാസ് സ്റ്റവ് തുറക്കാനുണ്ടെന്ന് അതെല്ലാം റെഡിയാക്കിയിട്ടു. രാവിലെ തിരക്ക് പിടിച്ച് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടില്ല കേട്ടോ. പിന്നെ പിള്ളേരെ രണ്ടുപേരെയും ഇപ്പോൾ മോളിലെടുത്താക്കിയിട്ടാണ് പോകുന്നത്. കുഞ്ഞിന് ചുമയുള്ളതുകൊണ്ട് അവളുടെ ഡേ കെയറിൽ ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സമയമുള്ളപ്പോൾ അവളെല്ലാം ചെയ്ത് വെക്കും. അപ്പോൾ അത് പാല് കാച്ചിട്ട് ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ രാവിലത്തെ ചോറുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. അതും ഒരു സ്റ്റൗവിൽ വെച്ചു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നാമം ചൊല്ലാനിരുന്നു. പീലിമോളും വന്നിരുന്നു കേട്ടോ. കുറച്ച് നേരം നാമം ചൊല്ലി കേട്ടോ. പിന്നെ ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പോടെ ഉണ്ടാക്കി പാൽച്ചായയും കൂടി കഴിച്ചു കേട്ടോ. പിന്നെ 8 മണിയായപ്പോഴേക്കും അഖിൽ വന്നു. അവൻ ചൂര വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറിയാക്കി കുറച്ച് ഫ്രൈ ചെയ്തു കേട്ടോ. പിന്നെ പീലിമോൾക്ക് ചോറ് കൊടുത്തതിന് ശേഷം ഞങ്ങളും ഊണ് കഴിച്ചു. ഞങ്ങളിറങ്ങി ഉറങ്ങാൻ പോവാണ്. ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, ഗുഡ് നൈറ്റ്.